ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഞണ്ട് കൊട്ടപ്പന്മാരെ അങ്ങ് കറിയാക്കിയാലോ. ഇവന്മാർ ഓടിപ്പോകുന്നതിന് മുമ്പ് ഇവന്മാരെ നമുക്ക് ചട്ടിയിലാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഇവന്മാർ കടിക്കുന്ന ഈ രണ്ട് കാലുകളുണ്ടല്ലോ, അതാദ്യം തന്നെ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ കയറി കടിക്കും. ആ കയർ എന്നിട്ട് മാത്രമേ നമ്മൾ അഴിക്കാവുള്ളൂ. എന്നിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലവണ്ണം തേച്ച് കഴുകണം. നല്ല വൃത്തിക്ക് തേച്ച് കഴുകിയില്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് അഴുക്കുണ്ട്. കാരണം ഇത് കായലിൽ കിടക്കുന്നതായതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് അഴുക്കുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനെ രണ്ടായിട്ട് പൊളക്കണം. പൊളന്നതിന് ശേഷം അതിനകത്തെ പൂവെല്ലാം പിച്ചിക്കളയണം. നല്ലോണം പിച്ചി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ തോടുണ്ടല്ലോ, ആ തോടിനകത്താണ് ഇതിൻ്റെ നെയ്യ് ഇരിക്കുന്നത്. ഈ നെയ്യ് എടുക്കുന്നതിന് മുമ്പ് അതിനകത്തൊരു കട്ടുണ്ട്. ആ കട്ട് പൊട്ടാതെ എങ്ങനെയായാലും അതിനെടുക്കണം. എടുത്തതിന് ശേഷം നെയ്യ് റിമൂവ് ചെയ്യണം. ആ നെയ്യ് അതിനകത്തുനിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു സ്പൂൺ ഉപയോഗിച്ചെടുക്കാനാണ് ഏറ്റവും എളുപ്പം. അന്നേരം നമ്മൾ അത് കണക്ക് ചെയ്ത് നോക്കുക. ഞണ്ടെല്ലാം വൃത്തിയായിട്ടുണ്ട്. ഞണ്ടിനെല്ലാം വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കറി വെക്കാം. കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം. നല്ലവണ്ണം തേങ്ങ തിരിഞ്ഞതിന് ശേഷം ഒരു ജാറിലേക്ക് ഇടുക. ഈ ജാറിലിട്ട തേങ്ങയിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇടണം. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ മിക്സി വെച്ച് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഒരു മാങ്ങ എടുത്ത് നല്ലോണം അരിഞ്ഞ് ഇതേപോലെ വെക്കുക. ഈ മാങ്ങ പുളി അനുസരിച്ച് നമുക്ക് എടുക്കാം. ചില പുളി കുറവാണെങ്കിൽ ചെറിയ ഒരു മാങ്ങ എടുത്താൽ മതി. പുളി കൂടുതലാണെങ്കിൽ വലിയ 2 മാങ്ങ എടുക്കേണ്ടി വരും. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. കടുക് വറുക്കുന്നതിന് നമ്മൾ കടുക് ഇട്ടതിന് ശേഷം കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടി ഇടാം. ഇനി കറിവേപ്പിലയും ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കി എടുത്തിട്ട് പച്ചമുളക് അതിനകത്തിട്ട് തന്നെ നല്ലോണം മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ജാറിലുള്ള അരപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒഴിച്ച ശേഷം നല്ലോണം വെള്ളം ഒഴിക്കണം. കാരണം നമ്മൾ ഈ മാങ്ങ ഇടുമ്പോൾ തന്നെ ഈ കറി അങ്ങ് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാറുണ്ടാവില്ല. അന്നേരം നമ്മൾ എന്താണ്, നല്ലോണം വെള്ളം ഒഴിക്കണം. അതിനുശേഷം മാത്രമേ ഞണ്ടിടാവുള്ളൂ. ഞണ്ടിടുമ്പോൾ ഞണ്ടിൻ്റെ നെയ്യും ഞണ്ടും മാംസവും എല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഇടണം. അതെല്ലാം കൂടെ വീഴുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ട അത്രയും വെള്ളമാവും. നല്ലോണം ഇനി അത് അരമണിക്കൂറോളം ഇതിനകത്ത് കിടന്ന് തിളച്ച് വേവണം. നല്ലോണം വേവണം ഞണ്ട് വെന്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് കുരുമുളകും കുറച്ച് മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മളിതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് ചീനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞണ്ട് കറിയും ചീനിയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം.